മുതഅല്ലിമീങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 1500ഓളം മുതഅല്ലിമീങ്ങളെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇൻഷാ അല്ലാഹ് 2000ഓളം മുതഅല്ലിമീങ്ങളെയാണ് നമ്മൾ ഈ സംഗമത്തിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അവരൊക്കെ എത്തിച്ചേരുന്നതാണ് നമുക്ക് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ എന്റെ സ്വാഗത ഭാഷണം നീട്ടുന്നില്ല. പല ഉന്നത വ്യക്തിത്വങ്ങളും ഈ വേദിയിലുണ്ട്. അവർക്കൊക്കെ പല തിരക്ക് പിടിച്ച് സമയങ്ങളാണ്. അതുകൊണ്ട് ഞാനത് കവർന്നെടുക്കുന്നില്ല. അതിന്റെ മുമ്പ് ഈ മുൽത്തക്ക ദാരിസീൻ ഈ ദാരിസീൻ സംഗമത്തോടനുബന്ധിച്ച് ഈ പള്ളി ദർസിലുള്ള മുതഅല്ലിമീങ്ങൾക്ക് 3 പ്രബന്ധം നമ്മൾ ക്ഷണിച്ചിരുന്നു. 3 വിഷയത്തില്. ഒന്ന്, മതവിദ്യാർത്ഥിയുടെ ഉത്തമ സ്വഭാവം എന്ന പേരിൽ ഒരു പ്രബന്ധം. അതുപോലെ ദർസി പഠനത്തിലെ മതവിഷയങ്ങൾ. ദർസി പഠനത്തിൽ മതവിഷയങ്ങളുണ്ട്, സഹായക വിഷയങ്ങളുണ്ട്. മതവിഷയങ്ങളെ കുറിച്ചുള്ള ഒരു പ്രബന്ധം, അതുപോലെ ദർസി പഠനത്തിലെ സഹായക വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു പ്രബന്ധം. ഇങ്ങനെ 3 പ്രബന്ധങ്ങളെ നമ്മൾ ഇതിനകം ക്ഷണിച്ചിരുന്നു. അങ്ങനെ ആ പ്രബന്ധത്തിൽ പങ്കെടുത്ത് അതിൽ നിന്ന് 3 പ്രബന്ധത്തിനും ഫസ്റ്റ് നേടിയ ഓരോ വിദ്യാർത്ഥികൾക്ക് ഇവിടെ വെച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ മഞ്ഞളാംകുഴി അലി സാഹിബ് ഇവിടെ അവാർഡ് നൽകുന്നതാണ്. അവര് തെരഞ്ഞെടുക്കപ്പെട്ട 3 വിദ്യാർത്ഥികളെ മതവിദ്യാർത്ഥിയുടെ ഉത്തമ സ്വഭാവങ്ങൾ എന്ന വിഷയത്തിലെ അബൂ താഹിർ എന്ന കുട്ടിയാണ്. ബദരിയ ദർസ് തുപ്പനാട് പാലക്കാട് അവിടെയുള്ള ബദരിയ ദർസിലുള്ള അബൂ താഹിർ എന്ന കുട്ടിയാണ്. അതിൽ നിന്ന് അവന്റെ പ്രബന്ധമാണ് ഒന്നാമതായി തെരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാമത്തെ പ്രബന്ധം ദർസി പഠനത്തിലെ സഹായക വിഷയം എന്ന് ഉവൈസ് മുഹമ്മദ് പാപ്പാട്ടുങ്ങൽ പൂക്കോട്ടൂർ ദർസിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. മൂന്നാമത്തത് മതവിഷയങ്ങൾ പി ഇബ്രാഹിം എന്ന കുട്ടിയാണ്. ദർസി പഠനത്തിലെ മതവിഷയങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ചതിൽ 1ാം സ്ഥാനം നേടിയത് പി ഇബ്രാഹിം എന്ന കുട്ടിയാണ്. ആനത്തൂർപ്പടി മലപ്പുറം ദർസിൽ നിന്നാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഈ 3 ജേതാക്കൾക്കുമുള്ള അവാർഡ് ഇവിടെ വെച്ച് നൽകപ്പെടുന്നതാണ്. ഈ സംഗമത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് നമുക്കൊക്കെ ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളുടെ വർഗ്ഗങ്ങളാണ് ഈ സംഗമത്തിൽ അധ്യക്ഷം വഹിക്കുന്നത്. അതുപോലെ ഇതിൽ സയ്യിദ് അബൂബക്കർ വാഫഖ് തങ്ങള്, അതുപോലെ AK മുസ്തഫ M വീരാന ഹാജി പട്ടച്ചിറ തുടങ്ങിയവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു. ഈ മഹത്തായ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഒക്കെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ആദരണീയനായ ഹൈക്കോടതി ജഡ്ജി ബഹുമാനപ്പെട്ട CK അബ്ദുറഹീം സാർ അവറുകളാണ് ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അതുപോലെ ബഹുമാനപ്പെട്ടവരെയും ഈ സംഗമത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ അവാർഡ് ദാനം നൽകുന്നത് മഞ്ഞളാംകുഴി അലി MLA സാഹിബ് അവറുകളാണ്. അവരെയും ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് 4 വിഷയങ്ങൾ ഇവിടെ ഈ വിദ്യാർത്ഥി സംഗമത്തിൽ 4 വിഷയങ്ങൾ അവതരിക്കുന്നതാണ്. അതിൽ നിന്ന് ഒരു വിഷയം മതപഠനം ആധ്യാത്മികതയുടെ ആയോധനം എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഓണംപള്ളി മുഹമ്മദ് ഫൈസി, മുസ്ലിം കേരളത്തിന്റെ അഭിമാനമായ, പ്രത്യേകിച്ച് ഫൈസി സംഗമത്തിന്റെ ഫൈസികൾക്കൊക്കെ അഭിമാനമായ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവറുകളാണ് ആ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നത്. അതുപോലെ നമ്മുടെ ആബിദ് ഹുസൈൻ തങ്ങൾ MLA അവറുകൾ സംസാരിക്കുന്നു. അതുപോലെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ നേരത്തെ എത്തിയ നമ്മുടെ MLA TA അഹമ്മദ് കബീർ സാഹിബ് സംസാരിക്കുന്നു. അതുപോലെ ഈ സംഗമത്തോട് അനുയോജ്യമായ ഒരു മോട്ടിവേഷൻ ക്ലാസ് നമ്മുടെ ബഹുമാനപ്പെട്ട TA മുഹമ്മദ് മൗലവി കൊളത്തൂർ അവറുകൾ എടുക്കുന്നതാണ്. അതുപോലെ ഇതിനോട് അനുബന്ധിച്ചുകൊണ്ട് തന്നെയാണ് ഇതിനോട് അനുബന്ധിച്ച് തന്നെ നടത്തപ്പെടുന്ന
ഈ മുൽത്തഖദ് ദാരിസീൻ ഇതിനോ അനുബന്ധം അതിൽപ്പെട്ടത് തന്നെയാണ് ദഅവ കോൺഫറൻസ്. 2 മണിക്ക് ശേഷം നടക്കുന്ന ദഅവ കോൺഫറൻസ്. അതിൽ ബഹുമാനപ്പെട്ട MK മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, നമ്മുടെ ഒക്കെ ഉസ്താദായ ആദരണീയനായ ബഹുമാനപ്പെട്ട മുഷാവറ മെമ്പറും ജാമിയുടെ ആദരണീയനായ ഉസ്താദുമായ MK മൊയ്തീൻ കുട്ടി മുസ്ലിയാറാണ് അതിൽ അധ്യക്ഷം വഹിക്കുന്നത്. അതുപോലെ അതിലെ MC മായിൻ ഹാജി, സയ്യിദ് അഹമ്മദ് ബാഫക്കി തങ്ങള് ഒക്കെ അതിൽ സംസാരിക്കുന്നതാണ്. അതിൽ ഉദ്ഘാടനം ചെയ്യുന്ന സയ്യിദ് അബ്ബാസ് ഷരീഫ് ശിഹാബ് തങ്ങളാണ്. അതിലാണ് നമ്മുടെ ഈ സംഗമത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം, നഫഹത്തു തൈബ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ വിദ്യാർത്ഥികൾക്കായി നൽകപ്പെടുന്നു. ആ നൽകുന്നതിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂർ അവറുകളാണ്. ഈ സംഗമത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നഫഹത്തു തൈബ എന്നുള്ള വിഷയം. അത് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സാലിം ഫൈസിയുടെ നേതൃത്വത്തിൽ നൽകുന്നതാണ്. മൂന്നാമത് ദഅവത്തിന്റെ ആധ്യാത്മിക വഴി എന്ന വിഷയത്തെ കുറിച്ച് നമ്മുടെ ആദരണീയനായ ഹംസ റഹ്മാനി കൊണ്ടിപ്പറമ്പ് വിഷയം അവതരിപ്പിക്കുന്നതാണ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങൾ നമ്മുടെ ഈ സംഗമത്തില് നമ്മുടെ ഈ വിദ്യാർത്ഥികൾക്കായിട്ട് അവതരിപ്പിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതുകളൊക്കെ കഴിഞ്ഞ് വളരെ ഭംഗിയായി നമുക്ക് ഈ സംഗമം 4 മണിയോടുകൂടി അവസാനിക്കേണ്ടതുണ്ട്. അതുപോലെ അഡ്വക്കേറ്റ് ഉമർ MLA, അബ്ദുർ റബ്ബി MLA, അബ്ദുറഹ്മാൻ രണ്ടത്താനി തുടങ്ങിയവർ ഈ സംഗമത്തിൽ സംഗമിച്ച് നമ്മുടെ ആശംസാ പ്രസംഗം നടത്തുന്നതാണ്. അതുപോലെ ജംഷാദ് മുക്കം, CK മൊയ്തീൻ ഫൈസി കോണമ്പാറ, മുസ്തഫ ഫൈസി മുടിക്കോട് തുടങ്ങിയവരും ഇതിൽ പ്രസംഗിക്കുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ സമസ്തകളുടെ ജമിയത്തുൽ ഉലമ ആദരണീയനായ അജയ്യനായ ശക്തി നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ സമസ്തയുടെ ജനറൽ സെക്രട്ടറി എല്ലാമായ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് അവറുകള് നമുക്ക് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ സംഗമം തുടങ്ങുന്നത്. അതുപോലെ ജാമിയയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഹാജി K മുഹമ്മദ് ഫൈസി, അതുപോലെ ഇവിടെ സ്റ്റേജിൽ ഉപവിഷ്ടരായ അസ്കർ അലി ഫൈസി തുടങ്ങിയ ഒരുപാട് ഉന്നതരായ ഉസ്താദന്മാരുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് ഉമറാക്കളുണ്ട്, ജാമിയ ഉസ്താദന്മാരുണ്ട്. അതുപോലെ മറ്റ് വലിയ വലിയ വ്യക്തിത്വങ്ങളുണ്ട്. അവരെല്ലാവരെയും ഈ സംഗമത്തിലേക്ക്, ഈ മുത്തഅല്ലിം കോൺഫറൻസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട ആദരണീയനായ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പവിഴപ്പൻ ചുണ്ടിലൂടെ ഊർന്നിറങ്ങുന്ന വചനാമൃതധാര കൊണ്ട് മനുഷ്യർക്കിടയിലെ അകലം കുറച്ച മത സൗഹാർദ്ദത്തിന്റെ നിത്യഹരിത പൂമരം സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ മുൽത്തഖദ് ദാരിസീൻ വിദ്യാഭ്യാസ സമ്മേളന സെഷന്റെ ഔപചാരിക അധ്യക്ഷ പദവി അലങ്കരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള ഈ ലോകത്തിൻ്റെ മുഖ്യാതിഥിയുമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന കേരള ഹൈക്കോടതി ജസ്റ്റിസ് CK അബ്ദുൽ റഹീം അവരുടെ സ്വാഗത പ്രസംഗിക്കുന്നു ഖാദർ ഫൈസിക്കുന്നു പറഞ്ഞു. ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ ആലിക്കുട്ടി മുസ്ലിയാർ, ഇവിടെ വിഷയം അവതരിപ്പിക്കുന്ന റഫീഖ് സക്കരിയ ഫൈസി അവരുകളെ, കൊളത്തൂർ ടി മുഹമ്മദ് മൗലവി അവരുകളെ, ബഹുമാനരായ MLA TA അഹമ്മദ് കബീർ സാഹിബ് അവരുകൾ, മറ്റവിടെ സന്നിധരായിരിക്കുന്ന മുഹമ്മദ് ഫൈസി അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഉലമാക്കളെ, ഉമറാക്കളെ, ഈ വേസ്പതി അങ്ങട്ട് തുടങ്ങിയ വ്യക്തിത്വങ്ങളെ, സദസ്സിൽ സന്നിധരായിരിക്കുന്ന ഈ കലാലയത്തിലെ ഇവിടുത്തെ വിദ്യാഭ്യാസ മതവിജ്ഞാന രംഗത്ത് ഇവിടെ വിദ്യാഭ്യാസ സന്നദ്ധാനം നൽകുന്ന വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
കേരളത്തിലെ ഉന്നത മത പണ്ഡിതൻ കലാലയമായ ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ മതകലാലയമായ ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ 54-ാം വാർഷിക 52-ാം സന്നദ്ധാന ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനത്തിൻ്റെ ഈ 4ാം നിലകൊള്ളുന്ന സമ്മേളനത്തിലാണ് നാം നിലകൊള്ളുന്നത് എന്നുള്ളതാണ്. അല്ലാഹു ഈ ഒരു സംഗമം സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ സെഷനിൽ പങ്കെടുക്കുന്ന ഈ മഹത്തായ ഈ വിദ്യാഭ്യാസ സമ്മേളനം എന്തുകൊണ്ടും വളരെയധികം കലാലയത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ജാമിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമേറിയതാണ് എന്നുള്ളതാണ്. കേരള സമൂഹത്തിൻ്റെ നാനോ മകമന്ദിരത്തിന് ആശാവഹമായി പങ്കുവഹിച്ച ഈ കലാലയമാണ് ജാമിയ നൂരിയ എന്നുള്ളതാണ്. കേരളത്തിലും കേരള സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന ഈ സ്ഥാപനത്തിന് ഈ സ്ഥാപനത്തിൽ നിന്ന് ഗ്രാജുവേഷൻ നേടിയ ഒട്ടനവധി പണ്ഡിതന്മാർ നിശ്ചലമായ സേവന പ്രവർത്തനങ്ങളാണ് ദൈനംദിനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കേരളത്തിലെ ഒട്ടുമിക്ക മഹല്ല് സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ പണ്ഡിതന്മാർ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് തന്നെ സന്തോഷകരമായ ശുഭകരമായ വസ്തുതയുമാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ജൂനിയർ കോളേജുകൾ നമുക്കറിയാം. 50 കഴിഞ്ഞുകൊണ്ട് തന്നെ അത് തുടർന്നു കൊണ്ടുപോയി വിവിധ ഭാഗങ്ങളിൽ അതിൻ്റെ ബ്രാഞ്ചുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടി നടക്കുന്ന പഠന വിദ്യാഭ്യാസവും ഇതിനോടനുബന്ധിച്ചിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം മതത്തിൻ്റെ ആത്മീയവും ബൗദ്ധികവുമായ ഈ ഭിന്ന മേഖലകളിൽ പ്രകാശത്തിൻ്റെ പ്രഭാവലയം തീർത്തതിൻ്റെ നേർസാക്ഷികളാണ് 50 ആണ്ടിൻ്റെ സുവർണശോഭയിൽ നിൽക്കുന്ന ജാമിയ നൂരിയ എന്ന കോളേജ്. അരനൂറ്റാണ്ടുകൾക്കിടയിൽ കേരളത്തിലെ ഉണ്ടായ പള്ളികൾ മുസ്ലിം കൈരളിയുടെ മേൽവിലാസമായി മാറിക്കുന്ന മദ്രസ പ്രസ്ഥാനം, അതുപോലെ അഗത മന്ദിരങ്ങൾ, വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ തുടങ്ങിയ സമുദായ പുരോഗതികളുടെയും വഴികളെല്ലാം മുദ്ര ചാർത്താൻ ജാമിയക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ജാമിയ നൂരിയയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ്, ശാസ്ത്ര, സാങ്കേതിക വിദ്യാഭ്യാസപരമായിട്ടുള്ള സ്ഥാപനങ്ങൾ ഈ അടുത്ത പ്രദേശത്ത് തന്നെ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടനവധി സ്ഥാപനങ്ങൾ നമുക്ക് ഇതിൻ്റെ കീഴിൽ നിരവധി ഈ ലൈബ്രറി ഇവിടെ സ്ഥാപിച്ച യൂസഫ് അലി സാഹിബ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരിൽ ഇവിടെ എത്തിയ വൈവിധ്യമാർന്ന ഒരു ലൈബ്രറിയും ഇതിനോടനുബന്ധിച്ച് നടക്കുന്നതാണ്. വായനകളുടെയും അതുപോലെ വിജ്ഞാനങ്ങളിലൂടെയും അവർക്ക് കൂടുതൽ പ്രയോജനം തീർക്കുന്ന 2 ഈ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ നടന്നുകൊണ്ടു പോകുന്ന ശിഹാബ് തങ്ങളുടെ പേരിലുള്ള ആ സമുച്ചയവും ഇതിനടുത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിജ്ഞാന രംഗത്ത് തന്നെ, പ്രചരണ രംഗത്ത് തന്നെ ഇത് കേരളത്തിൽ നിന്ന് ഏറ്റവും ഒരു പ്രസിദ്ധമായ ഒരു കലാലയമായി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ വൈദ്യമാർക്കും അതുപോലെ ഇവിടെ പഠിക്കുന്നവർക്കുമൊക്കെ പണ്ഡിത സമൂഹത്തിൽ തന്നെ നിന്ന് അവർ നേടിക്കൊടുക്കുന്ന ഓരോ അറിവുകൾ നമുക്ക് ഈ കലാലയത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു സെഷൻ എന്തുകൊണ്ടും ഉന്നതമായ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തുകൊണ്ട് തന്നെ ഇവിടെ നടത്തുന്നു. കേരളത്തിലെ ഇവിടെ സൂചിപ്പിച്ച പോലെ വിവിധ
ഭാഗങ്ങളിലുള്ള ദർസ് വിദ്യാർത്ഥികൾ ഇവിടെ ഈ സെഷനിൽ സംഗമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്ലാമിക ലോകത്തോളം പല തരത്തിലുള്ള ദർസ് രീതികൾ നിലവിലുണ്ടെങ്കിലും കേരള ലോകത്തിന് മുന്നിൽ മൗലികവുമായും സവിശേഷമായ തരത്തിൽ മതവിദ്യാഭ്യാസത്തെയാണ് അത് പള്ളി ദർശകളിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൻ്റെ മുസ്ലിം കേരളത്തിലും ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന ആ ജനസാമാന്യത്തിന് വഴികാട്ടുകയും ചെയ്യുന്ന ആ ദർസ് സംവിധാനം ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഖാദർ ഫൈസിയുടെ സ്വാഗത പ്രസംഗത്തിൽ തന്നെ അതിൻ്റെ പറ്റിയുള്ള വിശദമായ രീതിയിൽ അദ്ദേഹം ഇവിടെ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അത് ആ പാരമ്പര്യം അഹ്ലു സുഫയുടെ പാരമ്പര്യത്തിലാണ് അത് ദർസ് സംവിധാനം ചെന്നെത്തുന്നത് എന്നുള്ളതാണ്. മദീനയിലെ മസ്ജിദുൻ നബവിയെ തുടർന്ന് ലോകത്തിനുടനീളം പലതരത്തിലുള്ള ദർസ് നിലവിൽ വന്നു എന്നുള്ളതാണ്. കേരളത്തിലെ മാലിക് ദിനാറും സംഘവും ചെയ്തത് പള്ളികൾ സ്ഥാപിക്കുക എന്നതായിരുന്നു. അത് കേന്ദ്രീകരിച്ചായിരുന്നു അവർ പ്രബോധനം ചെയ്തിരുന്നത് എന്നുള്ളതാണ്, പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് എന്നുള്ളതാണ്. ദർസ് വിദ്യാഭ്യാസ ആത്മീയ ജാഗരണത്തിൻ്റെയും ഉന്നത വിജ്ഞാനത്തിൻ്റെയും ചിഹ്നമായ ആദ്യകാലം മുതൽ പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. പാരമ്പര്യം നിലനിർത്തുന്നതിൽ ഈ നിർവഹിക്കുന്ന പങ്ക് ഇന്ന് നിസ്തുലമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസമായുള്ള ആത്മീയമായുള്ള ആ വിദ്യാഭ്യാസത്തിലൂടെ ഈ കലാലയത്തിനും അതുപോലെ ഈ പട്ടികാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ഉന്നതമായ രീതിയിലും തന്നെ ഇന്ത്യയിലും അതുപോലെ അന്തർദേശീയ തലത്തിലും ഇന്ന് വളരെയധികം പ്രസിദ്ധിയാർജിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥാപനമാണ് എന്നുള്ളതാണ്. അതിൻ്റെ സന്നദ്ധാന സമ്മേളനമാണ് നാളെ ഇവിടെ നടക്കുവാൻ പോകുന്നത്. എന്തുകൊണ്ടും ഈ സെഷനിൽ ഇവിടെ ഇതിന് അധ്യക്ഷ പ്രതിനിധി അലങ്കരിച്ചുകൊണ്ട് ഈ ജാമിയ നൂരിയയുടെ ഈ സമ്മേളനത്തിൻ്റെ ഈ സെഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുന്നത് ജസ്റ്റിസ് CK അബ്ദുൾ റഹീം കേരള ഹൈക്കോടതി ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഉദ്ഘാടന പ്രസംഗത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉദ്ഘാടന പ്രഭാഷണത്തിന്റെ തൊട്ടു മുമ്പായി അറിവിന്റെ ആകാശങ്ങളിലേക്ക് ആവേശപൂർവ്വം നടക്കുമ്പോഴും വിനയവിശുദ്ധിയുടെ ജീവിതത്തേരിലേറി പാരിടം പവിത്രമാക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേത്ര സുഹൃതം ദേശാന്തരങ്ങൾക്കപ്പുറത്തേക്ക് പറന്നൊഴുകുന്ന ജ്ഞാന സൗരഭ്യത്തിന്റെ പൂമരത്തണൽ 5 പതിറ്റാണ്ടിന്റെ അക്ഷരവീതിയിൽ സൗരഭ്യത്തോടെ പ്രയാണം തുടരുന്ന ഉമ്മുൽ മദാരിസിന്റെ സൗഭഗ സാന്നിധ്യം ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് ഉമ്മുൽ മദാരിസിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വേദിയെ അഭിസംബോധന ചെയ്യുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിൽ ഫായിസീന ബിറില്ലാഹ്. ഉദ്ഘാടന പ്രസംഗത്തിന് മുമ്പ് ഇവിടെ വന്നെത്തിയ നമ്മുടെ സദസ്സിലെ മുതഅല്ലിമീങ്ങളെ സംബന്ധിച്ചും നമ്മുടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചും 2 വാക്ക് പറയണമെന്ന നമ്മുടെ സഹോദരന്മാരുടെ ആഗ്രഹപ്രകാരം കേരളത്തിൽ ഇസ്ലാമിൻ്റെ സന്ദേശം വന്നെത്തിയത് ബഹുമാനപ്പെട്ട പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെയാണ് എന്നാണ് ഒരഭിപ്രായം. അന്ന് മുതൽ കേരളത്തിൽ ദർസും ആരംഭിച്ചിട്ടുണ്ട്. മദീനത്തെ പള്ളിയിലുള്ള ദർസ് പോലത്തെ ദർസ്. കുറഞ്ഞ ആളുകൾ കൊണ്ട് തുടങ്ങി പലപ്പോഴും വലിയ ജമാഅത്തുകൾ, സംഘങ്ങൾ നമ്മുടെ പള്ളി ദർസുകളിൽ ഉണ്ടായിട്ടുണ്ട്. പൊന്നാനി അടക്കമുള്ള സ്ഥലങ്ങൾ, അവിടെയാണ് ദർസ് സജീവമായി
നിലനിന്ന് പോന്നത്. മഹത്തായ ജാമിയ നൂരിയ ഒരു അനിവാര്യമായ ഘട്ടത്തിൽ നിലവിൽ വന്നു. കേരളത്തിൽ നിന്ന് ഇൽമ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോയിരുന്ന വേലൂർ ബാഖിയാത്തു സാലിഹാത്തിലേക്കും മറ്റു വടക്കേ ഇന്ത്യയിലെ ഉന്നത സ്ഥാപനങ്ങളിലേക്കും പോകാൻ കഴിയാത്ത ഒരവസ്ഥ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളുടെ നിർദ്ദേശപ്രകാരം സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു സ്ഥാപനം തുടങ്ങാൻ തീരുമാനിച്ചാൽ അത് നമുക്കിവിടെ വിജയിപ്പിക്കാം എന്ന് പറഞ്ഞതനുസരിച്ചാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. 1962 ഈ ചർച്ച സജീവമായത്. 63 ഫെബ്രുവരി മാസത്തിൽ ഈ സ്ഥാപനം നിലവിൽ വരികയും ചെയ്തു. വളരെ കുറച്ച് ആളുകളെ കൊണ്ട് തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് ഇതിൻ്റെയും ഇതിൻ്റെ സഹസ്ഥാപനങ്ങളുടെയും വിദ്യാർത്ഥികളെ നോക്കിയാൽ ഏകദേശം 4000-ഓളം വിദ്യാർത്ഥികളുണ്ട്. കോളേജിലില്ലാത്തവരും മറ്റുമായ വിദ്യാർത്ഥികൾ പരന്നു കടക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവരാണ് ദീനീ പ്രബോധന പ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കേണ്ടത്. ജാമ്യൻ്റെ ജൂനിയർ കോളേജുകൾ 60ഓളം എത്തി നിൽക്കുകയാണിപ്പോൾ. ആ കോളേജുകളിലൊക്കെ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ കേരളത്തിലെ വിവിധ ദർസ് സ്ഥാപനങ്ങളിൽ നിന്ന് വന്നെത്തിയ മുൽത്തഖത്ത് ദാരിസീൻ വിദ്യാർത്ഥികളുടെ ഒരു ഒത്തുചേരൽ, ഒരു കോൺഫറൻസ്, അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബന്ധപ്പെടൽ നമ്മുടെ സ്ഥാപനത്തോടും നമ്മുടെ പണ്ഡിതന്മാരോടും അവരടുപ്പിക്കാനുള്ള ഒരു വഴിയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാർ നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള പണ്ഡിതന്മാർ ആഫ്രിക്കയിലും യൂറോപ്പിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഒരുപാട് മുൽത്തഖകളിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ട്. പണ്ഡിതന്മാരുടെയും മറ്റ് ഇൽമുമായി ബന്ധപ്പെട്ടവരുടെയും ഒത്തുചേരൽ. അപ്പോൾ ആ നിലക്കുള്ള ഒരു അസാധാരണമായ ഒരു ഒത്തുചേരലായി ഈ സമ്മേളനം വിലയിരുത്തപ്പെടുകയാണ്. സാധാരണഗതിയിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നുള്ളവോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോട് ബന്ധപ്പെട്ടവരോ മാത്രമാണ് ഇവിടെ വന്നെത്താറുള്ളത്. വളരെ വലിയ വലിയ പ്രതിഭകൾ നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസമുള്ളവർ. ഈ പ്രാവശ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് കഴിഞ്ഞു, എംടെക് അടുത്ത് നിൽക്കുന്ന സന്ദർഭത്തിലുള്ള ഒരു കുട്ടി നമ്മുടെ ഇതിലുണ്ട്. അതുപോലെ പലരുമുണ്ട്. ഭൗതികമായ വിദ്യാഭ്യാസം നേടിയ ധാരാളമുണ്ട്. PhD എടുത്തിട്ടുള്ള ആൾക്കാർ ഇന്ത്യയുടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നുമുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കാൽവെപ്പാണ്, ഒരു പുതിയ നീക്കമാണ്. ഈ നീക്കം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെയാണ് ആഫ്രിക്കയിലും അതുപോലെ ആസ്ട്രേലിയയൊക്കെ ജാമ്യയുടെ സഹസ്ഥാപനങ്ങൾ തുടങ്ങാൻ നമുക്ക് അവസരമുണ്ടായിട്ടുള്ളത്. അതും ഏകദേശം ഇപ്പോൾ ഒരു പള്ളി ദർസിന്റെ മോഡലിലാണ്. അപ്പോൾ ലോകാടിസ്ഥാനത്തിൽ പള്ളി ദർസുകൾക്കുള്ള ഒരു കൂട്ടായ്മ വരാൻ പോകുന്നതിൻ്റെ മുഖവുര എന്ന നിലയിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പ്രത്യേകം ക്ഷണിക്കപ്പെട്ട മക്കളെ ഒരുമിച്ച് കൂട്ടി മഹാന്മാരായ നമ്മുടെ ജഡ്ജും അതുപോലെ നമ്മുടെ MLA-മാരും മുൻ മന്ത്രിമാരും വിദ്യാഭ്യാസ വിഷണരും എല്ലാവരും സംബന്ധിക്കുന്ന ഈ മുൽത്തഖ, ഈ ഒത്തുചേരൽ, ഈ കോൺഫറൻസ് എന്തുകൊണ്ടും ശ്രദ്ധേയമാണ്. അത് ശ്രദ്ധേയമാക്കപ്പെടും. ലോകാടിസ്ഥാനത്തിലും ഇത് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്ന കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Honorable Judge of Kerala High Court, Justice C.K. Abdul Rahim, inaugurate this grand function. We heartily welcome to the dais.
അസ്സലാമു അലൈക്കും. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, കോളേജിൻ്റെ പ്രിൻസിപ്പൽ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം വഹിക്കുന്ന ബഹുമാന്യനായ ആലിക്കുട്ടി മുസ്ലിയാർ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട MLA-മാർ ശ്രീ മഞ്ഞളാംകുഴി അലി, ശ്രീ TA അഹമ്മദ് കബീർ, മുഹമ്മദ് ഫൈസി സാഹിബ്, കുളത്തൂർ T മുഹമ്മദ് മൗലവി, സ്വാഗതം ആശംസിച്ച കുന്നുംപുറം ഖാദർ ഫൈസി, വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരായ മത പണ്ഡിതന്മാരെ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ കോളേജിലെ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ബഹുമാന്യരായ ഉസ്താദന്മാരെ, ഏറ്റവും ശ്രേഷ്ഠരായ മത പഠന വിദ്യാർത്ഥികളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രാധാന്യമേറുന്ന മത പഠന സ്ഥാപനമായ ജാമിയ നൂരിയയുടെ 54ാമത് വാർഷികവും 52ാമത് സനദ് ദാന സമ്മേളനവും നടക്കുന്ന മഹത്തായ ഈ വേദിയിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞത് സർവശക്തൻ്റെ അപാരമായ അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. കഴിഞ്ഞ വർഷവും ഇതേ വേദിയിൽ വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അതിഥിയായി പങ്കെടുക്കാൻ എനിക്ക് അനുഗ്രഹം സിദ്ധിച്ചു. ഈ വർഷം ഈ മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള കടമയാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൻ്റെ ചരിത്രവും മത പഠന രംഗത്തും ആധ്യാത്മിക രംഗത്തും ഇന്ത്യയിലാകമാനം ഈ സ്ഥാപനം നിർവഹിച്ചു പോരുന്ന പ്രാധാന്യമേറുന്ന കടമകളെപ്പറ്റിയൊന്നും ഞാൻ പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ വക വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. 5 പതിറ്റാണ്ടിനപ്പുറം ഈ സ്ഥാപനത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നയിച്ചതിൻ്റെ പിന്നിൽ വളരെ ദീർഘദൃഷ്ടിയോടുകൂടിയുള്ള ഒരു പ്രയത്നം, നിരന്തരമായൊരു ജാഗ്രതയും ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. ഈ സ്ഥാപനത്തിന് ചുക്കാൻ പിടിക്കുന്ന, ഇതിൻ്റെ മാനേജ്മെൻറ്റ് നിർവഹിക്കുന്ന മഹത്തായ വ്യക്തിത്വങ്ങളെയും, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ മതവിദ്യാഭ്യാസ രംഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കാനും അനുമോദിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത് വിദ്യാഭ്യാസ സമ്മേളനമാണ്. ഈ ആദ്യത്തെ സെഷനിൽ തന്നെ മതപഠനം, ആധ്യാത്മികതയുടെ ആയോധനം എന്ന വിഷയത്തെ സംബന്ധിച്ച് ബഹുമാന്യനായ ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവറുകളും പാഠവും പഠിച്ചോത്തും എന്ന വിഷയത്തെ സംബന്ധിച്ച് റഫീഖ് സക്കറിയ ഫൈസിയും ഇവിടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കാൻ പോവുകയാണ്. പ്രത്യേകമായി ഈ വിഷയങ്ങളിൽ നടക്കുന്ന ചർച്ചയും അവതരണവുമൊക്കെ ഇവിടെ ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് ഓരോ വിഷയങ്ങളിലേക്കും പ്രത്യേകം കടന്നുകൊണ്ട് എന്തെങ്കിലും വിശദമായി സംസാരിക്കുവാൻ ഞാൻ മുതിരുന്നില്ല. വിദ്യാഭ്യാസം എന്ന മഹത്തായ
ഒരു സംരംഭം, അത് ആധ്യാത്മിക വിദ്യാഭ്യാസമാണെങ്കിലും ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും അതിന് സമൂഹത്തിൽ നൽകപ്പെടുന്ന പ്രാധാന്യവും സമകാലീന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളും സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള വേദികളിൽ സമ്മേളിക്കുമ്പോൾ നാം ഏറെ ചിന്തിക്കേണ്ടതും ചർച്ച ചെയ്യപ്പെടേണ്ടതും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സർവശക്തനായ അള്ളാഹുവിൻ്റെ കോടാനുകോടി വരുന്ന സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ സൃഷ്ടികളാണ് നാം ഉൾക്കൊള്ളുന്ന മാനവകുലം എന്ന് നാം വിശ്വസിക്കുകയാണ്. സർവശക്തൻ ഓരോ സൃഷ്ടികളിലും വികാര വിചാരങ്ങളും ബുദ്ധിയും വിവേകവും ഒക്കെ പല അളവുകളിൽ പല തോതുകളിൽ അനുഗ്രഹിച്ച് കനിഞ്ഞ് തന്നിട്ടുണ്ട്. അങ്ങനെ പ്രപഞ്ചനാഥന്റെ സൃഷ്ടികളിൽ അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള സിദ്ധികളിൽ ഏറ്റവും ഉത്തമമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അളവിൽ എല്ലാ സിദ്ധികളും തന്നിട്ടുള്ള പരമകാരുണികന്റെ സൃഷ്ടിയാണ് മാനവകുലം എന്ന് നാം വിശ്വസിക്കുകയാണ്. എന്തുകൊണ്ട് ബൗദ്ധിക രംഗത്ത്, എന്തുകൊണ്ട് വികാര വിചാരങ്ങളുടെ തോതിൽ മറ്റ് സൃഷ്ടികളെക്കാൾ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെക്കാൾ അല്ലെങ്കിൽ മറ്റ് സസ്യലതാദികളെക്കാളൊക്കെ ഉപരിയായി മനുഷ്യന് സൃഷ്ടാവ് ഈ സിദ്ധികൾ കൂടുതൽ തന്നിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയിലേക്ക് നാം കടക്കുമ്പോൾ നമുക്കതിനൊരു ഉത്തരം മാത്രമേ ലഭിക്കുവാനുള്ളൂ. അത് മറ്റൊന്നുമല്ല, പ്രപഞ്ചനാഥന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമമായ സാമൂഹിക ജീവിതം നയിക്കുവാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത് മാനവകുലത്തെയാണ്. ഉത്തമമായൊരു സാമൂഹിക ജീവിതത്തിന് വേണ്ടിയാണ് മനുഷ്യ സൃഷ്ടിയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു, കരുതേണ്ടിയിരിക്കുന്നു. അവിടെ നിന്നുകൊണ്ടാണ് നാം എന്തായിരിക്കണം വിദ്യാഭ്യാസം, അത് ആധ്യാത്മികമാണെങ്കിലും ഭൗതികമാണെങ്കിലും എന്തായിരിക്കണം വിദ്യാഭ്യാസം എന്നുള്ള ചിന്തയിലേക്ക് കടക്കേണ്ടത്. വിദ്യാഭ്യാസം എന്ന വാക്കിന് അനേകം ചരിത്രകാരന്മാരും അനേകം സാഹിത്യകാരന്മാരും ഒക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ, ഡെഫിനിഷനുകൾ തന്നിട്ടുണ്ട്. ഒരു ആംഗലേയ ചരിത്രകാരൻ വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന വാക്കിന് നൽകിയ ഒരു ഡെഫിനിഷൻ, ഒരർത്ഥം ഏറെ ശ്രദ്ധേയമാണ്. അതിവിടെ ഉദ്ധരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എഡ്യൂക്കേഷൻ മീൻസ് ടു ലേൺ ഹൗ ടു ലിവ് ടുഗദർ. ഞാൻ ഒന്നുകൂടി പറയാം, എഡ്യൂക്കേഷൻ മീൻ ടു ലേൺ ഹൗ ടു ലിവ് ടുഗദർ. സമൂഹത്തിൽ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് ആ ചരിത്രകാരൻ പറയുകയുണ്ടായി. ഏറെ അർത്ഥങ്ങളുള്ള, ഏറെ മാനങ്ങളുള്ള ഒരു നിർവചനമായി നമുക്കിതിനെ കണക്കാക്കാം. ഭൗതിക രംഗത്താണെങ്കിലും ആധ്യാത്മിക രംഗത്താണെങ്കിലും വിദ്യാഭ്യാസം നേടുക വഴി നാം എന്താണ് ലക്ഷ്യം വെക്കേണ്ടത് എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന വലിയ ഒരു നിർവചനമാണത്. കേവലം അറിവ് സമ്പാദനം മാത്രമല്ല വിദ്യാഭ്യാസം എന്നുള്ളൊരു തിരിച്ചറിവ് ഏറെ അനിവാര്യമാവുകയാണ്. പ്രത്യേകിച്ച് സമകാലീന കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഇടയിലുള്ള സാമൂഹിക ജീവിതത്തിൽ, കുടുംബ രീതികളിൽ, മറ്റ് സാമൂഹിക പശ്ചാത്തലങ്ങളിലൊക്കെ കാതലായ വ്യതിയാനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. നമ്മുടെ ഓരോ ജന്മത്തെ സംബന്ധിച്ചിടത്തോളം, ഓരോ വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളവും
അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് നാം നമ്മുടേതായ പങ്ക് മാനവകുലത്തിലും സമൂഹത്തിലും അർപ്പിക്കപ്പെടുമ്പോഴാണ്. ഓരോ വ്യക്തിയും അവനവന്റെ കർമ്മമണ്ഡലത്തില് അവനവന്റെ ജീവിത ദൗത്യം പൂർത്തീകരിക്കുന്നത് ആ വ്യക്തി ഈ സമൂഹത്തിന് എന്ത് സംഭാവന ചെയ്തു എന്നുള്ളതിൽ നിന്നാണ്. നമ്മുടെ ഓരോ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും നാം ജീവിച്ചു മരിക്കുന്നതിനിടയിൽ ഈ സമൂഹത്തിൽ നമ്മുടേതായ ഒരു കയ്യൊപ്പ് ചാർത്തി കടന്നു പോവുക എന്നുള്ളത് വളരെ പ്രാധാന്യമേറുന്നൊരു കാര്യമാണ്. അവിടെ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ നാം എന്ന വ്യക്തിത്വത്തിന് ഈ സമൂഹത്തിലുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുപാടുമുള്ള അനേകം സഹജീവികൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ്, ആ സമൂഹത്തിന്റെ സ്പന്ദനങ്ങളെ തൊട്ടറിയുമ്പോഴാണ്, ആ സമൂഹത്തിലെ സ്പന്ദനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജമാകുമ്പോഴാണ്. അവിടെ നിന്നുകൊണ്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ എത്ര ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും, എത്ര താഴേക്കിടയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും, അവന്റെ ജീവിത പന്ഥാവിൽ, അവന്റെ കർമ്മമണ്ഡലത്തിൽ അവൻ ഈ സമൂഹത്തിൽ ചാർത്തുന്ന കയ്യൊപ്പ്, അതാണ് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമേറുന്ന വസ്തുത എന്നുള്ളത്. ആധ്യാത്മിക വിദ്യാഭ്യാസത്തിലായാലും ഭൗതിക വിദ്യാഭ്യാസത്തിലായാലും നാം നേടേണ്ടത് സമൂഹത്തിൽ എങ്ങനെ ഉത്തമരായ ജീവിതം നയിക്കാം എന്നുള്ളതിൻ്റെ ഒരു പാഠമാണ് എന്ന് തിരിച്ചറിയുക. നമുക്കറിയാം, ഭൗതിക വിദ്യാഭ്യാസ രംഗം ഇന്ന് വളരെയധികം ഉന്നതി നേടിക്കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. പ്രകടമായ ഒരു മത്സര രംഗം ഭൗതിക വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് വീക്ഷിക്കാൻ കഴിയുന്നു. ഓരോ കലാലയങ്ങളും അറിവ് സമ്പാദനത്തിന്റെ കാര്യത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ കൂടുതൽ വിജയശതമാനം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഓരോ കലാലയങ്ങളും മത്സരിക്കുന്ന ഒരു കാഴ്ച. ഏറ്റവും നൂതനമായ ലോകത്തിന്റെ ഏത് കോണിൽ ലഭ്യമായ അറിവും ഉന്നതമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കാനും അവരെ ഏറ്റവും കടുത്ത മത്സര പരീക്ഷകളിൽ സജ്ജരാക്കാനും ആ മത്സര പരീക്ഷകളിലൊക്കെ തിളക്കമാർന്ന വിജയം കൈവരിക്കാനും ഉതകുന്ന നിലയിലേക്ക് വിദ്യാഭ്യാസ മേഖലയിലുള്ള ഓരോ കലാലയങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആധ്യാത്മിക വിദ്യാഭ്യാസ രംഗത്ത് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ പതിറ്റാണ്ടുകളെ അപേക്ഷിച്ച് വളരെ ശുഭോദാർക്കമായ മുന്നേറ്റങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പല മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉന്നതമായ നിലയിൽ ആധ്യാത്മിക രംഗത്ത് ആധ്യാത്മിക പ്രബോധനം നടത്തുവാൻ, മതപഠനം നടത്തുവാൻ ഉതകുന്ന സാഹചര്യങ്ങൾ ഒരുക്കുന്ന അല്ലെങ്കിൽ ഒരുക്കിയിട്ടുള്ള കലാലയങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയൊക്കെ നാം ചിന്തിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഈ കലാലയങ്ങളിൽ നിന്നും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തായാലും ആധ്യാത്മിക വിദ്യാഭ്യാസ രംഗത്തായാലും പുറത്തു വരുന്ന യുവജന സമൂഹത്തിൻ്റെ സാമൂഹികപരമായ കാഴ്ചപ്പാടിനെയാണ്, അവരുടെ ധാർമ്മിക നിലവാരത്തിനെയാണ്, അവരുടെ ആധ്യാത്മിക ബോധത്തിനെയാണ് നാം അളക്കേണ്ടത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു വളരെ അപകടകരമായ സൂചനകൾ. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായി എല്ലാ മേഖലയിലും രാജ്യം പുരോഗതി കൈവരിക്കുകയാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ വളർച്ച ലോകമെമ്പാടും ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യത്തിലും കാലഘട്ടത്തിലും നാം ജീവിക്കുകയാണ്. ഒരുപക്ഷെ ഒരു പതിറ്റാണ്ട് കൂടി കഴിയുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിലേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യം ഓടിയെത്തും എന്ന് ലോകരാഷ്ട്രങ്ങളും ലോക നേതാക്കളും പ്രവചിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുകയാണ്. സമൂഹത്തിൽ ഈ പുരോഗതിയുടെ ഒക്കെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. വാണിജ്യ വ്യാവസായിക രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, സാമൂഹിക
സാംസ്കാരിക രംഗത്ത്, കായിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അങ്ങനെ സമഗ്രമായ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുരോഗതിയുടെ പ്രതിഫലനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും കാംക്ഷിക്കാനുള്ളത് രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങളുടെ പ്രയോജനം നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നതിനെ പറ്റിയാണ്. ആ പുരോഗതിയുടെ പ്രയോജനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തിത്വങ്ങളിലേക്ക് എത്തുന്നതിനെ പറ്റി സ്വപ്നം കണ്ടുകൊണ്ടാണ് നാം നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ വാർത്തെടുക്കുന്നത്. ഓരോ തലമുറകൾ കഴിയുന്തോറും ഈ പുരോഗതിയുടെ പ്രതിഫലനങ്ങൾ ഉത്തരോത്തരം സമൂഹത്തിൽ ദൃശ്യമാകത്തക്ക നിലയിലുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് നാം വെച്ചു പുലർത്തുന്നത്. അവിടെ നിന്നുകൊണ്ട് നാം വിലയിരുത്തേണ്ടത് കടന്നു വരുന്ന ഓരോ യുവജന സമൂഹത്തിന്റെ തലമുറയുടെയും ആധ്യാത്മിക ബോധത്തിന്റെയും ധാർമ്മിക ബോധത്തിന്റെയും സാമൂഹിക കാഴ്ചപ്പാടിന്റെയും അളവുകോലുകളിലൂടെയാണ് നമുക്കതിനെ വിലയിരുത്തേണ്ടത്. അവിടെ നിന്നുകൊണ്ട് നാം ചിന്തിക്കുമ്പോൾ ഉത്തമമായ ഉദാത്തമായ വിദ്യാഭ്യാസം ആധ്യാത്മിക രംഗത്തോ ഭൗതിക രംഗത്തോ ലഭിക്കുന്നു എന്ന് നാം വിശ്വസിക്കുമ്പോഴും അഹങ്കരിക്കുമ്പോഴും രാജ്യത്ത് പുരോഗതിയുടെ പ്രതിഫലനങ്ങൾ നിഴലാടുന്നു എന്ന് നാം സ്വപ്നം കാണുമ്പോഴും ഒരുപാട് പ്രതിലോമ ഘടകങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. വളരെ ദുഃഖിപ്പിക്കുന്ന, വളരെ ആകുലപ്പെടുത്തുന്ന ഒരുപാട് പ്രതിലോമ ഘടകങ്ങൾ സമൂഹത്തിൽ ദിനമെന്നോണം വർദ്ധിച്ചു വരുന്നൊരു കാഴ്ച നമുക്ക് ദൃശ്യമാവുകയാണ്. ആ പ്രതിലോമ ഘടകങ്ങൾ അക്രമ പ്രവർത്തനങ്ങളുടേതാണ്, അത് അസാൻമാർഗികതയുടേതാണ്, അത് വിഭാഗീയ ചിന്താഗതികളുടേതാണ്, വിഘടനവാദങ്ങളുടേതാണ്, അഴിമതിയുടേതാണ്. അങ്ങനെ അനേകം പ്രതിലോമ ഘടകങ്ങൾ ദിവസേന നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിയുകയാണ്. അതിൻ്റെ തോത് അനുദിനമെന്നോണം വർദ്ധിച്ചു വരികയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു പ്രത്യേകത, കഴിഞ്ഞുപോയ പതിറ്റാണ്ടുകളെ അപേക്ഷിച്ച് ആ പ്രതിലോമ പ്രവർത്തനങ്ങളുടെയൊക്കെ മുൻപന്തിയിൽ കുറ്റം ചാർത്തപ്പെട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന സമൂഹത്തില് നാം അഭ്യസ്ത വിദ്യരെന്ന് അഭിമാനിക്കുന്ന അനേകം ചെറുപ്പക്കാരുടെ നിരകൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. ഭൗതിക രംഗത്ത് ഉന്നതമായ വിദ്യാഭ്യാസം നേടി എന്ന് നാം അഹങ്കരിക്കുന്ന, ജീവിതത്തിന്റെ ഉന്നതമായ ശ്രേണികളിലേക്ക് എത്തിപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുന്ന അനേകം ചെറുപ്പക്കാര് ഈ പ്രതിലോമ ഘടകങ്ങളിലൊക്കെ വംശവതരായി, പ്രലോഭിതരായി ചെന്നുപെടുന്ന ഒരു ദയനീയമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയാണ്. അപ്പോൾ എവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കാലിടറുന്നത് എന്നുള്ളത് ഏറെ ചിന്തനീയമായി മാറുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു പോവുകയാണ്. എഡ്യൂക്കേഷൻ മീൻസ് ടു ലേൺ ഹൗ ടു ലിവ് ടുഗദർ. സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വമായി ജീവിക്കാൻ പഠിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ തീർച്ചയായും വിദ്യാഭ്യാസത്തിലൂടെ നേടേണ്ടത് ആധ്യാത്മികമായ അവബോധമാണ്, സാമൂഹികമായ പ്രതിബദ്ധതയാണ്, മാനവികമായ ചിന്തകളാണ്, ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ മേഖലയിലേക്ക് കിടക്കുമ്പോഴാണ് ആധ്യാത്മിക വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ മതവിദ്യാഭ്യാസത്തിന് ഏറെ പ്രസക്തിയേറുന്നത്. മതവിദ്യാഭ്യാസ രംഗത്തായാലും ഭൗതിക വിദ്യാഭ്യാസ രംഗത്തായാലും ഒരു വിദ്യാർത്ഥിയെ വാർത്തെടുക്കുന്നതിൽ അവൻ്റെ ഉത്തമമായ മാനസിക പരിപോഷണത്തിന് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു ഉത്തമനായ പൗരനായി ധാർമ്മികമായ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കരുത്തുറ്റ മനസ്സിന്റെ ഉടമയായി തൻ്റെ ചുറ്റുപാടുമുള്ള സഹജീവികളെ കൺതുറന്ന് കാണാൻ ഉതകുന്ന മാനസിക വികാസമുള്ള വ്യക്തിത്വങ്ങളായി വളർന്നു വരുന്ന നമ്മുടെ തലമുറയെ വാർത്തെടുക്കേണ്ടിയിരിക്കുന്നു. അവർ ജീവിതത്തിന്റെ ഉന്നതമായ ശ്രേണികളിലേക്ക് എത്തുമ്പോൾ ആ ശ്രേണികളിൽ ഇരുന്നു കൊണ്ട് അവർ നടത്തുന്ന കർമ്മമണ്ഡലത്തിലെ കർമ്മങ്ങൾ ഓരോന്നും സാമൂഹിക അവബോധം ഉൾക്കൊള്ളുന്നതായി മാറാൻ കരുത്തു നൽകുന്നതായിരിക്കണം വിദ്യാഭ്യാസം. അങ്ങനെ സാമൂഹിക അവബോധം ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും കർമ്മമണ്ഡലത്തിൽ നന്മകൾ ചെയ്യാനും കഴിയുന്ന വ്യക്തിത്വങ്ങളെ നമുക്ക് സൃഷ്ടിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങള്
അവരുടെ മനസ്സിന്റെ ആഴങ്ങളിൽ ധാർമ്മികമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറേണ്ടിയിരിക്കുന്നു. എത്ര കരുത്തുറ്റ പ്രലോഭനങ്ങൾ ഉണ്ടായാലും, അസാൻമാർഗികതയുടെയും അഴിമതിയുടെയും അക്രമത്തിന്റെയും വിഭാഗീയതയുടെയും പാതയിൽ എത്ര വലിയ പ്രലോഭനങ്ങൾ ഉണ്ടായാലും, ആ പ്രലോഭനങ്ങളെയൊക്കെ താൻ വിശ്വസിക്കുന്ന ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും ത്യാഗത്തിന്റെയും സഹിഷ്ണുതയുടെയും സഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും പാതയിലൂടെ മുന്നേറാൻ കരുത്തുറ്റ മനസ്സുകളെ സൃഷ്ടിക്കാൻ നാം ബാധ്യസ്ഥരായിരിക്കുന്നു. അത്തരത്തിലുള്ള മനസ്സിന്റെ ഉടമകളെ സൃഷ്ടിക്കുന്നത് വഴിയാണ് നാം വിദ്യാഭ്യാസ രംഗത്ത് പൂർണ്ണത കൈവരിക്കേണ്ടത്. അത്തരത്തിലുള്ള മനസ്സിന്റെ ഉടമകളെ, യുവജനങ്ങളെ നമുക്ക് രാജ്യത്തിന് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ സമാധാനപരമായ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ രാജ്യ പുരോഗതിക്ക് മുന്നേറാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ മാത്രമേ സമൂഹം കൈവരിക്കുന്ന ആ രാജ്യവും സമൂഹവും കൈവരിക്കുന്ന പുരോഗതിയുടെ പ്രതിഫലനങ്ങൾ നമ്മുടെയൊക്കെ വ്യക്തിത്വങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള മത്സരം നിലനിൽക്കുമ്പോൾ പലപ്പോഴും ഈ മാനവികമായ, വ്യക്തിത്വപരമായ, ധാർമ്മികമായ അവബോധവും പരിപോഷണവും ഒക്കെ ക്ഷയിച്ചു പോകുന്ന അല്ലെങ്കിൽ അപ്രസക്തമായി പോകുന്ന ഒരു രംഗം സമകാലീന കാലഘട്ടത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയുകയാണ്. അതിനേറ്റവും വലിയൊരു പരിഹാരമാണ് ആധ്യാത്മിക അവബോധനം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഏത് മതത്തിൽപ്പെട്ട വ്യക്തിത്വങ്ങളായാലും ആധ്യാത്മിക ചിന്തയുടെ, ധാർമ്മികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാൻ കഴിയുന്നവരായി വളരണം. ആധ്യാത്മിക ചിന്തയിലൂടെ മത അവബോധമുണ്ടാകണം. മത അവബോധം വഴി ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ കഴിയണം. സമൂഹത്തിന് ഉതകുന്ന ധാർമ്മിക പ്രബോധനങ്ങൾ നടത്താൻ കരുത്തുള്ളവരായി മാറണം. ചുറ്റുപാടുമുള്ള നമ്മുടെ വ്യക്തിത്വങ്ങളിലേക്ക് ആ ധാർമ്മിക ചിന്തകളും ആധ്യാത്മികതയും പകർന്നു കൊടുക്കാൻ കഴിയുന്നവരായി നമുക്ക് മാറണം. ഇതിനൊക്കെ ഉതകുന്ന നിലയിലുള്ള നല്ല നിലവാരം പുലർത്തുന്ന ആധ്യാത്മിക വിദ്യാഭ്യാസം കൂടി നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് ധാർമ്മികമായ വശങ്ങളുടെ പ്രസക്തിയും മാനസിക പരിപോഷണത്തിനും ഊന്നൽ കൊടുക്കുന്നതോടൊപ്പം മറുവശത്ത് ആധ്യാത്മിക വിദ്യാഭ്യാസവും മതബോധനവും കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നേറാൻ കഴിഞ്ഞാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്നത് പോലെ, നാം കാക്ഷിക്കുന്നത് പോലെ കരുത്തുറ്റ ഒരു വളർന്നു വരുന്ന തലമുറയെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 5 പതിറ്റാണ്ടിൽ പരമായി ഇന്ത്യയുടെ ആകമാനമുള്ള പ്രദേശങ്ങളിൽ മതവിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഔന്നത്യത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന ജാമിയ നൂരിയ എന്ന മഹത്തായ സ്ഥാപനം അതിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ അതിന്റെ സന്നദ്ധദാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും ഉത്തമമായൊരു പ്രവൃത്തിയായി ഞാൻ കാണുകയാണ്. ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന വിഷയങ്ങളിലൂടെ, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൂടെ ഈ മേഖലയിലുള്ള ഔന്നത്യങ്ങൾ കൈയടക്കാനുള്ള പ്രയാണത്തിൽ ഈ സ്ഥാപനത്തെയും ഇതിൽ സഹകരിക്കുന്നവരെയും ഇവിടെ നിന്ന് മതവിദ്യാഭ്യാസം നടത്തുന്നവരെയും കൂടുതൽ അറിവുള്ളവരാക്കി, കൂടുതൽ ബോധവാന്മാരാക്കി മാറ്റുവാൻ ഉപകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഇവിടെ വരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിദ്യാഭ്യാസ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വിരമിക്കുന്നു. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Thanks, Honorable C.K. Abdul Rahim sir, for your precious words to Failabad. മുസ്ലിം കൈരളിയുടെ അക്ഷരമുറ്റത്ത് മറ്റൊരു അക്ഷര കൂട്ടുകൂടി പ്രകാശിതമാവുകയാണ്.
ജാമിയ സമ്മേളനത്തോടനുബന്ധിച്ച് ആലത്തൂർ പടി ദർസ് വിദ്യാർത്ഥി സംഘടന പുറത്തിറക്കുന്ന അറബിക് സപ്ലിമെന്റ് അദ്ദർസ് 2017 പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ ഇബ്രാഹിം ഫൈലി തിരൂർക്കാടിന് നൽകി പ്രകാശനം നിർവഹിക്കുന്നു. ഇരുവരെയും ആദരം ക്ഷണിക്കുന്നു. പൂക്കോട്ടൂർ പപ്പാട്ടുങ്ങൽ പള്ളി അൻസാറുൽ ഇസ്ലാം സ്റ്റുഡൻസ് അസോസിയേഷൻ പുറത്തിറക്കുന്ന അൽ മുസ്തലഹാത്തുൻ നഹ്വിയ്യ എന്ന ലഘുപുസ്തകം പ്രകാശനം നിർവഹിക്കുന്നു. പാണക്കാട് സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ നൽകുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി OT മൂസ മുസ്ലിയാർ ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. വേദി 2 മുദരിസ് സമ്മേളനം നടക്കുന്നു. മുഴുവൻ മുദരിസുമാരും ലൈബ്രറിക്ക് തൊട്ടു പിന്നിലുള്ള വേദി 2 എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അടുത്തതായി വേദിയിൽ അവാർഡ് ദാനം നടക്കുന്നു. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ വാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിലെ മതവിദ്യാർത്ഥികൾക്കായി നടത്തിയ സംസ്ഥാനതല പ്രബന്ധ മത്സരത്തിൽ മതവിദ്യാർത്ഥികളുടെ ഉത്തമ സ്വഭാവം എന്ന പ്രബന്ധത്തിൽ ഫസ്റ്റ് നേടിയ പാലക്കാട് തുപ്പനാട് ബദ്രിയ ദർസ് വിദ്യാർത്ഥി അബൂ താഹിർ എന്ന വിദ്യാർത്ഥിക്കും ദർസ് പഠനത്തിലെ മതവിഷയം എന്ന വിഷയത്തിൽ മലപ്പുറം ആലത്തൂർ പടി ദർസ് വിദ്യാർത്ഥി P ഇബ്രാഹിം എന്ന വിദ്യാർത്ഥിക്കും ദർസ് പഠനത്തിലെ സഹായക വിഷയം എന്ന പ്രബന്ധത്തിൽ സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് നേടിയ പൂക്കോട്ടൂർ പപ്പാട്ടുങ്ങൽ ദർസ് വിദ്യാർത്ഥി ഉവൈസ് എന്ന വിദ്യാർത്ഥി ഈ 3 വിദ്യാർത്ഥികൾക്കും ബഹുമാന്യനായ മഞ്ഞളാംകുഴി അലി MLA അവാർഡ് സമർപ്പിക്കുന്നു. 3 വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് വേദിയിൽ എത്തിച്ചേരുക. മതവിദ്യാർത്ഥികളുടെ ഉത്തമ സ്വഭാവം എന്ന വിഷയത്തിൽ പാലക്കാട് തുപ്പനാട് ബദ്രിയ ദർസ് വിദ്യാർത്ഥി അബൂ താഹിർ എന്ന വിദ്യാർത്ഥിയെ ക്ഷണിക്കുന്നു. അവാർഡ് സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ MLA മഞ്ഞളാംകുഴി അലി സാഹിബിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അബൂ താഹിർ എന്ന വിദ്യാർത്ഥിയെയും ക്ഷണിക്കുന്നു. ദർസ് പഠനത്തിലെ മതവിഷയം എന്ന വിഷയത്തിൽ സംസ്ഥാനതല പ്രബന്ധ മത്സരത്തിൽ ഫസ്റ്റ് നേടിയ മലപ്പുറം ആലത്തൂർ പടി ദർസ് വിദ്യാർത്ഥി P ഇബ്രാഹിം എന്ന വിദ്യാർത്ഥിയെയും അവാർഡ് സമർപ്പിക്കുന്നതിന് വേണ്ടി മഞ്ഞളാംകുഴി അലി സാഹിബിനെയും ക്ഷണിക്കുന്നു. ദർസ് പഠനത്തിലെ സഹായക വിഷയം എന്ന വിഷയത്തിൽ സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് നേടിയ പൂക്കോട്ടൂർ പപ്പാട്ടുങ്ങൽ ദർസ് വിദ്യാർത്ഥി ഉവൈസ് മുഹമ്മദ് എന്ന വിദ്യാർത്ഥിയെയും അവാർഡ് സമർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ MLA മഞ്ഞളാംകുഴി അലി സാഹിബിനെയും ക്ഷണിക്കുന്നു. മുൽത്തഖദ്ദാരിസിൻ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ PMSA പൂക്കോയത്തങ്ങൾ നഗരിയെ അഭിസംബോധന ചെയ്യുന്നു. ബഹുമാന്യനായ MLA മഞ്ഞളാംകുഴി അലി സാഹിബ് ആദരപുരസ്സരം ക്ഷണിക്കുന്നു. മുദരിസ് സമ്മേളനം വേദി 2 ആരംഭിച്ചിരിക്കുന്നു. മുഴുവൻ ആളുകളും അങ്ങോട്ട് എത്തിച്ചേരണമെന്നറിയിക്കുന്നു. മുഴുവൻ മുദരിസുമാരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിയുടെ
ആദരണീയനായ അധ്യക്ഷൻ പ്രിയങ്കരനായ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ, ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരളത്തിലെ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CK അബ്ദുറഹീം സാർ, അതുപോലെ തന്നെ നമുക്ക് സ്വാഗതം ആശംസിച്ച ഖാദർ ഫൈസി, വേദിയിരിക്കുന്ന അലിക്കുട്ടി മുസ്ലിയാർ, കുഞ്ഞാണി മുസ്ലിയാർ, പ്രിയങ്കരനായ നമ്മുടെ MLA കബീർ സാഹിബ്, കൊളത്തൂർ മൗലവി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് ആദരണീയരായ വ്യക്തിത്വങ്ങൾ, സ്നേഹമുള്ള സഹോദരന്മാരെ, പ്രിയപ്പെട്ട ദർസ് വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കൾ, ഇവിടെ വിദ്യാഭ്യാസ സമ്മേളനത്തെപ്പറ്റി വളരെ വലിയ രീതിയിൽ പ്രിയങ്കരനായ ആലിക്കുട്ടി മുസ്ലിയാരും അതുപോലെ തന്നെ പ്രിയങ്കരനായ ജസ്റ്റിസും പറഞ്ഞതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 54 വർഷം മുമ്പ് ആദരണീയനായ ബാപ്പു മുസ്ലിയാരുടെ സഹായത്തോടു കൂടി മർഹൂം ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും അതിനുശേഷം പ്രിയങ്കരനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയ രീതിയിലുള്ള നേതൃത്വം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാരണം കൊണ്ട് തന്നെയാണ് ആലിക്കുട്ടി മുസ്ലിയാർ ഇവിടെ സൂചിപ്പിച്ച വിധം ഇന്ന് ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലുമൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ അതേ മാതൃകയിൽ മറ്റുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് സ്ഥാപനം ആരംഭിക്കാൻ കഴിഞ്ഞത്. വാസം പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, അതായത് ഈ പ്രദേശം, പ്രത്യേകിച്ചും ഈ സ്ഥലം ഒരു അനുഗ്രഹീതമാക്കപ്പെട്ടൊരു സ്ഥലമാണ്. പടച്ചവന്റെ വലിയ അനുഗ്രഹം ഈ സ്ഥലത്തിനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച ഈ ഒരു സ്ഥാപനം വളരെ ഗംഭീരമായി ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറി. അത് മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ കാര്യങ്ങൾ തീരുമാനിക്കാനും ഈ പ്രദേശം ഇടയായി എന്നുള്ളതാണ് കാര്യം. ഇതിന്റെ കീഴിൽ MEA കോളേജ് ഉണ്ട്, അറബിക് കോളേജ്, നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അത് കൂടാതെ നമ്മുടെ പെരിന്തൽമണ്ണയിലുള്ള അലീഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ആരംഭം കുറിച്ചത്, അല്ലെങ്കിൽ അതിനെപ്പറ്റി സംസാരം കുറിച്ചതും ഈ ക്യാമ്പസിൽ വെച്ചാണ്, ഈ പ്രദേശത്ത് വെച്ചാണ്. ആദരണീയനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്ന് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന അലീഗർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറോട് ആദ്യമായിട്ട് പറഞ്ഞത്, ഇവിടെ നമ്മുടെ മലപ്പുറത്ത് നമ്മൾ പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശമാണ്, വിദ്യാഭ്യാസപരമായി മുസ്ലിങ്ങൾ വളരെ പിന്നിൽ നിൽക്കുന്ന ഈ പ്രദേശത്ത് അലീഗർ പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഒരു ഓഫ് ക്യാമ്പസ് വരികയാണെങ്കിൽ അത് വളരെ വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച ഈ പ്രദേശത്തിന് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അലീഗർ യൂണിവേഴ്സിറ്റിക്ക് ഇവിടെ തുടക്കം കുറിക്കാൻ ആ ബേസിക്ക് ആരംഭിച്ചത്. അദ്ദേഹം അതിന്റെ കടലാസ് പണികൾ പൂർത്തീകരിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് സ്ഥാപനം ഇവിടെ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ക്യാമ്പസിൽ വെച്ചുള്ള ചർച്ചയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്യാമ്പസ് വിദ്യാഭ്യാസ രംഗത്ത് പല വലിയ വലിയ പുരോഗതിക്കും സാക്ഷ്യം കഴിച്ച ഒരു ക്യാമ്പസാണ്. ആദരണീയനായ ബാപ്പു ഹാജി ഇതേ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തും ഈ സ്ഥാപനത്തിനു വേണ്ടി നൽകുക വഴിയാണ് നമുക്ക് ഇതേപോലൊരു സ്ഥാപനം ഉടനെ ആരംഭിക്കാൻ കഴിഞ്ഞത്. ഇന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ 54-ാം വാർഷികാഘോഷം ഉടനെ ആരംഭിച്ച ഈ സമയങ്ങളിൽ കേരളത്തിലുള്ള വിജ്ഞാന തൃഷ്ണകളായ, അല്ലെങ്കിൽ വിജ്ഞാനത്തിന് വേണ്ടി ദാഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധ ഇപ്പം നമ്മുടെ ഈ പട്ടിക്കാട് ഈ ജാമിയ നൂരിയ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഏതായാലും ഓരോരോ ദിവസവും വളരെ മനോഹരമായിട്ട് ഉയർന്നു പോവുകയാണ്. ഈ സ്ഥാപനത്തിന് ഇനിയും വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാനിവിടെ ഇരുന്ന് ഞങ്ങൾ സംസാരിച്ച സമയത്ത് കൊളത്തൂർ മൗലവി ഒരു ഭാഗത്തും പ്രിയങ്കരനായ അഹമ്മദ് കബീർ മറ്റുള്ള സൈഡിൽ ഇരുന്ന് ഞങ്ങളൊന്നിങ്ങനെ കണക്ക് കൂട്ടി നോക്കി. 50 വർഷം മുമ്പ് നമ്മളുടെ ദർസിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു സ്ഥിതിയും ഇന്നത്തെ വിദ്യാർത്ഥികളുടെ സ്ഥിതിയും തമ്മിൽ ഞങ്ങളൊന്നിങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ വളരെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 50 വർഷം മുമ്പേ ദർസിലുള്ള വിദ്യാർത്ഥികൾ എണ്ണത്തിൽ വളരെ ചുരുക്കമായിരുന്നു, വളരെ കഷ്ടപ്പെട്ടായിരുന്നു അന്ന് ഉടനെ പഠിച്ചിരുന്നത്. കാരണം സൗകര്യങ്ങളില്ല, പലപ്പോഴും പള്ളികളിൽ കറണ്ടില്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ഭക്ഷണം തന്നെ നേരെ കിട്ടാത്ത പല സ്ഥലങ്ങളും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട്
വിദ്യാഭ്യാസം നേടുക എന്നുള്ള ഒറ്റ താല്പര്യത്തോടു കൂടി കഷ്ടപ്പെട്ട് പഠിച്ച പഴയ നമ്മുടെ ഉസ്താദുമാര് അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഇന്ന് ഇത്രയും വലിയൊരു വിശാലമായിട്ടുള്ള നമുക്കൊരു വിദ്യാർത്ഥി സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞത്. പഴയ പോലെ അല്ല. ഇന്ന് നമ്മൾ ഏതൊരു പ്രദേശത്ത് നോക്കുകയാണെങ്കിലും ദർസിൽ ധാരാളം വിദ്യാർത്ഥികളുണ്ട്. അവരൊക്കെ വലിയ രീതിയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നല്ല രീതിയിലുള്ള പഠനമുണ്ട്. പഴയ കാലത്ത് നിന്നൊക്കെ വ്യത്യസ്തമായി വളരെ വലിയ രീതിയിലുള്ള ഉയർച്ച വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് സത്യം. ഞങ്ങൾ ഇരുന്നിങ്ങനെ സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഫ്രണ്ട് ബെഞ്ചിലുള്ള 5-8 നമ്മുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളും അതേപോലെ തന്നെ ഇതേപോലുള്ള സൗകര്യങ്ങളൊന്നും പഴയ കാലത്ത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റിയിരുന്നില്ല. ഇന്ന് ഈ കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും വേണമെങ്കിലും അതേ സമയം തത്സമയം ഇവിടെ ഇരിക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ അതേ രീതിയിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ ഇതേ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതി നമ്മുടെ പഴയ പൂർവികർ നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചത് കൊണ്ടാണ്. അവരെല്ലാം വലിയ രീതിയിലുള്ള സഹായമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവരെ നമ്മൾ ഓർത്തുകൊണ്ട് ഇനിയും ശിഷ്ടജീവിതം ഈ സമൂഹത്തിനും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനും വേണ്ടി എല്ലാവരും ഉണ്ടാവണം, അതിനുവേണ്ടി ജീവിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. മുൽത്തഖബ് ദാരിസിൽ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു ടി എ അഹമ്മദ് കബീർ MLA. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. സ്നേഹമുള്ള അധ്യക്ഷൻ, അഭിവന്ദ്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്ത്, ജാമിയയിൽ വരുന്നത് തന്നെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഒരു മലയാളി മുസ്ലിമിൻ്റെ സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്നാണ് ജാമിയ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സമാരംഭിച്ച ഈ മഹത്തായ സ്ഥാപനം നമ്മുടെ കേരളീയ സമൂഹത്തിൽ ദീനീ പ്രവർത്തനങ്ങൾ സുസംഘടിതമായി ഭാവനാസമ്പന്നമായി നടത്തുന്നതിന് നിർവഹിച്ച പങ്ക് ഒരിക്കലും നമുക്ക് അവഗണിക്കാനാവാത്ത ഒന്നാണ്. ഇന്നിവിടെ സംബന്ധിക്കുന്നത് ദറസിലെ വിദ്യാർത്ഥികളാണ്. ദറസിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് വലിയ ആവേശം പകരുന്ന ഒന്നാണ്. നാളെയുടെ നേതൃത്വം നിങ്ങളുടെ കൈകളിലാണ്. നമ്മുടെ സമൂഹത്തിന് പാകമായ നേതൃത്വം നൽകാൻ അള്ളാഹു നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഇന്നിവിടെ ചില പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അർഹരായ വ്യക്തികളാണ്. ഗഹനമായ വിഷയങ്ങളെ ആധാരമാക്കി ഈ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു. ആ പ്രബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ദിശകൾ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിജയങ്ങളും നേർന്നുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. സമകാലിക സംഭവ വികാസങ്ങൾ ഇസ്ലാമിക ചിന്താധാര കൊണ്ട് വിശകലനം ചെയ്ത് ശ്രദ്ധേയനായ PSC മുൻ മെമ്പർ ബഹുമാന്യനായ കൊളത്തൂർ മുഹമ്മദ് മൗലവി PMSA പൂക്കോയ തങ്ങൾ നഗരിയെ അഭിസംബോധനം ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ആദരണീയനായ അധ്യക്ഷനവർകളെ, ആധുനിക കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യം കുറച്ച് മുതൽ മുടക്കി കൂടുതൽ ലാഭം കൊയ്യുക എന്നതാണ്. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അഭിസംബോധനം ചുരുക്കുകയാണ്. വേദിയിൽ ഉപവിഷ്ടരായ മാന്യ വ്യക്തിത്വങ്ങളെ, ഈ സംഗമത്തിൽ സന്നിഹിതരായ ഭാവി വാഗ്ദാനങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ജാമിയ നൂരിയ അറബിക് കോളേജിൻ്റെ
സനദ്ദാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ വാർഷിക സമ്മേളനം 5 ദിവസങ്ങളിലായി വിവിധങ്ങളായ പരിപാടികളോടെ നടന്നു വരികയാണ്. അതിൻ്റെ വിദ്യാഭ്യാസ സമ്മേളനത്തിൻ്റെ പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസം പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ്. ആദരണീയനായ ജസ്റ്റിസ് അതിനൊരു നിർവചനം എടുത്തുദ്ധരിച്ച് വിശകലനം ചെയ്യുകയുണ്ടായി. വിദ്യാഭ്യാസത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്. അധ്യാപകരെ വാർത്തെടുക്കുന്ന സമയത്ത് TTC-ക്കാർക്കും BEd-കാർക്കുമൊക്കെ 1 ഡസനോളം നിർവചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതിൽ ചിന്തകനായ സ്പെൻസർ പറഞ്ഞത് എഡ്യൂക്കേഷൻ ഈസ് ദി പ്രിപ്പറേഷൻ ഫോർ കംപ്ലീറ്റ് ലിവിങ്, പരിപൂർണ ജീവിത സന്നാഹമാണ് വിദ്യാഭ്യാസം എന്നാണ്. ഈ നിർവചനം ജീവിതത്തെ ഏത് വീക്ഷണകോണിലൂടെ നോക്കുന്നവർക്കും സ്വീകാര്യമായ ഒന്നാണ്. ജീവിതത്തെക്കുറിച്ച് തന്നെ മനുഷ്യൻ ജനിച്ചു മരിക്കുന്നതോടുകൂടെ അത് അവസാനിച്ചു എന്നും, അല്ല മരണത്തിന് ശേഷമാണ് ഒരു ജീവിതം ആരംഭിക്കുന്നതെന്നും, ആ ജീവിതം കഴിഞ്ഞുപോയ ജീവിതത്തിൻ്റെ പ്രതിഫലം നൽകപ്പെടുന്നതാണെന്നും വിശ്വസിക്കുന്ന വിഭാഗവുമുണ്ട് മതവിശ്വാസികളായ നമ്മളൊക്കെ. മതവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഈസ് ദി പ്രിപ്പറേഷൻ ഫോർ കംപ്ലീറ്റ് ലിവിങ്, പരിപൂർണ ജീവിതം എന്ന് പറഞ്ഞാൽ ഐഹികവും പാരത്രികവുമായ ജീവിത വിജയം കരഗതമാക്കാൻ പറ്റുന്ന അതിനുള്ള വിഭവങ്ങളെ സമാഹരിക്കലാണ് എന്നർത്ഥം. ഐഹികവും പാരത്രികവുമായ ജീവിത വിജയമുണ്ടാക്കുന്നില്ല, അതിനുവേണ്ട പ്രിപ്പറേഷൻ, അതിനുവേണ്ട സമാഹരണം, അതിനു വേണ്ടി നേടിയെടുക്കലാണ് വിദ്യാഭ്യാസം എന്ന. വിദ്യാഭ്യാസം വിവിധ കാലഘട്ടങ്ങളിൽ നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ആധുനിക യുഗത്തിൽ യുനെസ്കോ അംഗീകരിച്ച തത്വമനുസരിച്ച് എഡ്യൂക്കേഷൻ 4 കാര്യങ്ങളാണ്. എഡ്യൂക്കേഷൻ ഈസ് ടു നോ, എഡ്യൂക്കേഷൻ ഈസ് ടു ഡു, എഡ്യൂക്കേഷൻ ഈസ് ടു ലിവ്, എഡ്യൂക്കേഷൻ ഈസ് ടു ബിഹേവ്. ഞാൻ എൻ്റെ പരിമിതമായ സമയത്തിനുള്ളിൽ അത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിദ്യാഭ്യാസം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഒന്ന് അറിവ് സമ്പാദിക്കലാണ്. അറിവ് സമ്പാദിച്ചതുകൊണ്ട് മാത്രം അത് വിദ്യാഭ്യാസമാകുന്നില്ല, ആ അറിവ് പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് കഴിയണം. അത് മാത്രം പോരാ, വിദ്യാഭ്യാസം സിദ്ധിച്ച ഒരു വ്യക്തി ഞാൻ ഇനി ജീവിക്കാൻ എന്ത് ചെയ്യണം എന്ന് അന്തം വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹത്തിന് ആയോധനത്തിന്, ജീവിതായോധനത്തിന് ആവശ്യമായ ഒരു മാർഗവും കൂടി വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കണമെന്നാണ്. 4-മതായി പറയുന്നത് ഹൗ ടു ബിഹേവ്, എങ്ങനെ പെരുമാറാൻ അറിയണം എന്നാണ്. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്തരാനെ കണ്ടതുപോലെയാണ് നമ്മുടെ ആധുനിക വിദ്യാഭ്യാസം സിദ്ധിച്ച പലരെയും നമുക്ക് കാണാൻ കഴിയുന്നത്. വിദ്യാഭ്യാസം കൂടുതൽ നേടിയിട്ടുണ്ട്, എങ്ങനെ പെരുമാറണമെന്നറിയില്ല. PhD-യുടെ തിസീസും കയ്യിൽ വെച്ച് ജീവിക്കാൻ എന്ത് മാർഗം എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. കാറിൽ നിന്ന് യാത്ര ചെയ്യുന്ന അവസരത്തിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ട് കയ്യിൽ, പക്ഷേ കാറ് ഒന്ന് സ്റ്റാർട്ടിംഗ് ട്രബിൾ വന്നാൽ അത് ശരിയാക്കാൻ അറിയില്ല, അതിന് കരുവാൻ അപ്പുണ്ണിയെ തെരഞ്ഞു പോകേണ്ട ഗതികേടാണുള്ളത്. ഫിസിക്സ് MSc പാസ്സായിട്ടുണ്ട്, പക്ഷേ നമ്മുടെ കറണ്ടൊന്ന് പണിമുടക്കിയാൽ അത് ശരിയാക്കണമെങ്കിൽ കേവലം IT വിദ്യാഭ്യാസമുള്ള വയർമാനെ തെരഞ്ഞു പോകുന്ന സ്ഥിതിയാണുള്ളത്. ഞാനതിൻ്റെ വശങ്ങളിലേക്കൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുപോലെ തന്നെ തങ്ങൾക്ക് ലഭ്യമായ കാര്യങ്ങൾ യഥാവിധി നിർവഹിക്കാനുള്ള കഴിവ് കൂടി ആർജിക്കുമ്പോഴേ അത് വിദ്യാഭ്യാസമാകുന്നു. കേരളക്കാരെ കുറിച്ച് പണ്ട് സായിപ്പ് പറയുകയുണ്ടായി, കേരളൈറ്റീസ് ആർ എഡ്യൂക്കേറ്റഡ് ബട്ട് നോട്ട്
ലിറ്ററേറ്റ് ബട്ട് നോട്ട് എഡ്യൂക്കേറ്റഡ്. കേരളത്തിലെ മനുഷ്യന്മാർക്കൊക്കെ അക്ഷരജ്ഞാനമുണ്ട്, പക്ഷെ അവർക്ക് വിദ്യാഭ്യാസമില്ല എന്ന് തമാശയിൽ പറഞ്ഞതാണെങ്കിലും അതിൽ ചെറിയ കാര്യമുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ വിവിധ മേഖലകളിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കില്ല. നിങ്ങളെ കാണുമ്പോൾ എനിക്കുള്ള സന്തോഷം, മതവിദ്യാഭ്യാസ രംഗത്തെ ആദ്യത്തെ തുടക്കക്കാരാണ് ദർസ് വിദ്യാർത്ഥികൾ. എനിക്ക് നിങ്ങളോട് പ്രത്യേകമായ ഒരു ബന്ധവും കൂടിയുണ്ട്. ഞാൻ അറബിക് കോളേജിൽ പഠിച്ചിട്ടില്ല. ഞാൻ ഒരു അറബിക് കോളേജിലും ലോകത്ത് തന്നെ പഠിച്ചിട്ടില്ല. ഞാൻ അത്യാവശ്യം എനിക്ക് വലിയ വിവരവുമില്ല. പഠിച്ച വിവരങ്ങളൊക്കെ ഞാൻ പള്ളി ദർസിൽ നിന്ന് പഠിച്ചതാണ് എന്നതുകൊണ്ട് നിങ്ങൾ എൻ്റെ ബന്ധുക്കളാണ് എന്ന് ആദ്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പള്ളി ദർസുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്ന സമൂലമായി മാറ്റത്തിന്റെ അടിത്തറ കേരളത്തിൽ എന്ന് കാണുന്ന ആരെന്തൊക്കെ അവകാശപ്പെട്ടാലും അതിൻ്റെയൊക്കെ അടിത്തറ പോയി പെടുന്നത് പള്ളി ദർസിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കറിയാം, ബഹുമാന്യനായ ആയിരക്കുട്ടി മുസ്ലിയാർ പൊന്നാനി ദർസിനെ കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. പള്ളി ദർസുകളിൽ മഖ്ദൂമിയൻ സമ്പ്രദായം അനുസരിച്ച് ഒരു സിലബസ് വളരെ പരിമിതമായി ഉണ്ടെങ്കിലും മുത്തഫരിദ് ഓതുക, അത് കഴിഞ്ഞതിന് ശേഷം നഅ്വിന്റെ കിതാബ് മീസാൻ ഓതുക, അജ്നാസ് ഓതുക, സഞ്ചാൻ ഓതുക എന്ന് തുടങ്ങിയതൊക്കെ ഉണ്ടെങ്കിലും സാമാന്യം ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രത്യേകമായ ചിലത് പഠിക്കാൻ വേണ്ടി ഗുരുനാഥനെ അന്വേഷിച്ചു പോയിരുന്ന സ്ഥിതിയാണുള്ളത്. ഞാൻ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ഖുത്ബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അദ്ദേഹം വാഴക്കാട്ട് പോയത് ചാലിനകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയിൽ നിന്ന് ചില വിവരങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയാണെന്നാണ്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നു. ആ കാലഘട്ടത്തിൽ ഒരു ദർസിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ സമന്മാരല്ല, അതിലുള്ള ദർസുകളും സമമല്ല. അതിന് പ്രത്യേകമായ ഒരു കാലാവധിയുമില്ല. ചിലർക്ക് 1 കൊല്ലം, ചിലർക്ക് 2 കൊല്ലം, ചിലർക്ക് 4 കൊല്ലം. ഞാൻ ഓർക്കുകയാണ്, എൻ്റെ നാട്ടിൽ പാണ്ടിക്കാട് കുഞ്ഞലി മുസ്ലിയാർ ചെറുകുളമ്പെ കുഞ്ഞീത് മുസ്ലിയാരിൽ നിന്ന് ചില പ്രത്യേക കിതാബുകൾ ഓതാൻ വേണ്ടിയാണ് അവിടെ വന്നത് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോകാൻ ആഗ്രഹിക്കില്ല. എന്നാൽ ഈ പള്ളി ദർസുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിവിധങ്ങളായ പ്രതിഭകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. അതിൽ കവികളുണ്ടായിരുന്നു, നല്ല എഴുത്തുകാരുണ്ടായിരുന്നു, നല്ല പ്രാസംഗികന്മാരുണ്ടായിരുന്നു. ആ പള്ളി ദർസിൽ നിന്ന് വന്ന സന്തതികളാണ് ഇന്ന് കാണുന്ന ഈ മതവിദ്യാഭ്യാസ രംഗത്തുള്ള, മതരംഗത്തുള്ള, ഒരു സമുദായത്തിന്റെ രംഗത്തുള്ള പുരോഗതിക്ക് അടിസ്ഥാന ശിലപാകിയ. സമയമില്ലാത്തത് കൊണ്ടൊന്നും വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല. 1951 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിക്കുകയാണ്. 47 മതേതരത്വത്തിന്റെ പ്രതിബദ്ധതയിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ വെച്ച് മതം പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അന്ന് അദ്ദേഹം ചിന്തിച്ചു, ഇതിനെന്താണ് പരിഹാരം? നേതൃത്വത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കണം. അതുവരെയും നടന്നു വന്നിരുന്ന കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് വേണ്ട എന്ന് പറയുമ്പോൾ അതിന് എങ്ങനെ പ്രതികരിക്കണമെന്ന് ആലോചിച്ച് പ്രായോഗികമായ മാർഗം നിർദ്ദേശിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതുവരെ ഉണ്ടായിരുന്ന ആനുകൂല്യം ഞങ്ങൾക്ക് ഇവിടെ തന്നെ സ്കൂളുകളിൽ വകവെച്ച് തരണം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സമരം നടത്താമായി. ഇന്നത്തേക്കാൾ വീര്യം സമരത്തിനുള്ള കാലമാണ്. ചെയ്യുന്നവർക്ക് ശേഷിയും ശേഷിയുമുള്ള കാലമാണ്. പക്ഷേ സ്വതന്ത്ര ഭാരതത്തിൽ അതല്ല ശരി. മറിച്ച് മതവിദ്യാഭ്യാസം ഇതൊരു മതേതര ജനാധിപത്യ സ്വതന്ത്ര രാജ്യമായി രൂപപ്പെട്ടതുകൊണ്ട് അതിനുള്ള പരിഹാരം മുസ്ലിം സമുദായം കാണണം എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. അങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, കേരള മുസ്ലിങ്ങളുടെ ആധികാരിക പ്രസ്ഥാനമായ സമസ്തയുടെ യോഗത്തിൽ ബാഫക്കി തങ്ങൾ ചെന്ന് ഈ ആശയം പറയുന്നു. അതിനെക്കുറിച്ച് ആ ആശയത്തിന്റെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പറവണ്ണ മൊയ്യദ്ദീൻ കുട്ടി മുസ്ലിയാരെ ചെയർമാനായി ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. ആ കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു. KP ഉസ്മാൻ സാഹിബ് സെക്രട്ടറിയായി. അതിനുള്ള പാഠപുസ്തകങ്ങൾ ആരാണ് എഴുതിയത് എന്ന് ചോദിച്ചാൽ പറവണ്ണ മൊയ്യദ്ദീൻ കുട്ടി മുസ്ലിയാരായി. പറവണ്ണ മൊയ്യദ്ദീൻ കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ 1908 വാഴ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോ കുട്ടി പറഞ്ഞു, പാമ്പും എലിയും സുമ പല്ലി കൂറ നച്ചക്കനും ഈ പള്ളിയിൽ കേസീറ. നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല. അവിടെ
മനസ്സിലായോ? അന്ന് കവിതകൾ പറയുന്നതും അങ്ങനെ തന്നെ, കവിത എഴുതുന്നതും അങ്ങനെ തന്നെ, കത്തിന് മറുപടി എഴുതുന്നതും അങ്ങനെ തന്നെ. മതി ദുനിയാ ഈ ലോകത്തിതുവിധമെൻ ജീവിതം മണിയറയാമന്ത്യത്തിൽ മണ്ണറയാകും അതിയിൽ മധുവിധുവാഘോഷിക്കാൻ കൊതിവരവായേ. കത്തെഴുതാണ്, മരിച്ചു കിട്ടിയാൽ മതി എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഖബറിൽ മധുവിധു ആഘോഷിക്കുന്നതോട് വലിയവായി കവിത എഴുതിയ ആളുകളുണ്ട്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ എനിക്ക് 15 മിനിറ്റ് തന്നിട്ടുള്ളത് നേരെ അങ്ങ് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പൂർവികന്മാർ വളരെ പ്രഗത്ഭരാണ്, സാഹിത്യകാരന്മാരുണ്ടായിട്ടുണ്ട്, നഹരികളുണ്ടായിട്ടുണ്ട്. പള്ളി ദർസിലെ പണ്ഡിതന്മാർക്കുണ്ടായിരുന്ന പ്രത്യേകത ഇന്നും എന്ന് ഞാൻ പറയുന്നില്ല, അന്നുണ്ടായിരുന്ന പ്രത്യേകത നിങ്ങൾക്കറിയാമോ? സൗദി അറേബ്യയിലടക്കം ഇബ്നു ഹജർ അൽ ഹൈതമിയുടെ അടുത്ത് ഇവിടുന്ന് പോകുന്നവർക്കടക്കം ഉണ്ടായിരുന്നവർക്ക് നെഹ്വ് അറിയുന്നതാണ്. കേരളക്കാരുടെ അത്ര നെഹ്വ് അറിയുന്ന ആരുമില്ല എന്നാണ്. മഖ്ദൂമിന്റെ ദർസിൽ പോയവർക്കും നെഹ്വ് അറിയവർക്ക്, നെഹ്വ് നന്നായിട്ട് അറിയും, നെഹ്വും സുറുഫും അറിയവർക്ക് എന്നുള്ളതാണ്. അങ്ങനെ നെഹ്വികളുണ്ടായിരുന്നു. നമ്മുടെ ഈ മംഗളക്കാരൻ ഷിറാസി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അഹമ്മദ് ഷിറാസി, അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് ഷിറാസി. അവരൊക്കെ കവിതയിലെ നെഹ്വിന്റെ കാര്യത്തിൽ വളരെ മിടുക്കന്മാരായിരുന്നു. വേറൊരാളോട് ചോദിച്ചു, ഇയാളെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചോ പറഞ്ഞു, ഒമൻ റജായക്കു നന്നഹു ഖാദിമുഹും ഹുത്തരിഹാല ജമീഅൻ നഹ്വ ഷിറാസി എന്ന കവിത എഴുതിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, അബ്ദുല്ലാഹി നൂറാനി എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാരുടെ പെങ്ങളുടെ മകൻ, ചേറാത്ത് അബ്ദുള്ള മുസ്ലിയാർ എന്നാ മൂപ്പരെ പേര്. കക്കടിപ്പുറത്തിന്റെ പെങ്ങളുടെ മകനായിരുന്നു അബ്ദുല്ലാഹി നൂറാനി. അബ്ദുല്ലാഹി നൂറാനി നല്ല കവിയായിരുന്നു, നിമിഷ കവിയായിരുന്നു. അദ്ദേഹം ഒരാളെത്തി എന്ന സമയത്ത് ഈ രണ്ടുപേരും കൂടി, ഈ നഹ്വിയും ഈ ഷായറും കൂടി ചെന്നപ്പോ ഈ നഹ്വി മറ്റേ ആളറിയും, ഷായറിനെ അറിയില്ല. നഹ്വി പറഞ്ഞു കൊടുത്തു, ഇയാളാണെങ്കിൽ ആ പ്രശസ്തനായ ഷായർ, നിമിഷ കവിയായി ആള് കാരണം. ആഹാ, നിമിഷ കവിയാണോ? എന്നാലോ നിമിഷ കവിയാണെങ്കിൽ ഞാൻ ഒന്ന് പരിശോധിച്ചോട്ടെ. ആ, പരിശോധിക്കുക. ഇയാള് നഹ്വിൽ വളരെ വിദഗ്ധനാണ്, അതുകൊണ്ട് ഇയാള് അടുത്ത് പോയിക്കോളിങ്ങൾ, നഹ്വ് പഠിക്കണമെങ്കിൽ ഒരു കവിത എഴുതാൻ പറ്റും നിങ്ങൾക്ക്. ഇയാൾ ഉടനെ തന്നെ ഞാൻ ഈ ചെല്ലിയ കവിത എഴുതി കൊടുത്തു. ഒമൻ റജാ അൻ യകൂന നഹ്വു ഖാദിമുഹും ഹുത്തരിഹാല ജമീഅൻ നഹ്വ ഷിറാസി എന്ന് ചൊല്ലി കൊടുത്തു. അത് ചൊല്ലിക്കൊടുത്തപ്പോ ഇയാൾ പറഞ്ഞു, എനിക്കത് ചെറിയൊരു സംശയമുണ്ട്. നിങ്ങൾ രണ്ടാളും വലിയ സുഹൃത്തുക്കളായതുകൊണ്ട് ഇയാളെ പുകഴ്ത്താൻ വേണ്ടി നിങ്ങൾ എപ്പോഴെങ്കിലും എഴുതി വെച്ചതായിരിക്കും, ഇപ്പം നിങ്ങളത് തഞ്ചത്തിനൊത്ത് ഉപയോഗിച്ചതാണ് എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ നിങ്ങളെ ഒന്നും കൂടി പരിശോധിച്ചോട്ടെ ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, എന്നാ പരിശോധിച്ചോളി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആ നിൽക്കുന്നത് നിന്റെ മകൻ മൂസയാണ്. ഓ സ്കൂളിലേക്ക് പോകൂല, പഠിക്കാനും പോകൂല. അവിടെ ഓനെ പഠിക്കാനൊന്നും ഉഷാറാക്കും വേണം, പഠിച്ചില്ലെങ്കിൽ മഹാ അപകടാന്നും പറയണം. അങ്ങനെ കവിത ഇല്ലോ നിങ്ങളെന്ന്. അയാളത് പറഞ്ഞപ്പോഴേക്ക് അബ്ദുല്ലാ നൂറാനി എന്ത് ചൊല്ലിന്നറിയ, ഉടനെ തന്നെ അദ്ദേഹം ഒറ്റ പദ്യം എഴുതി. എന്താണെന്നറിയാം, തഅല്ലമിൽ ഇൽമ തൂലൽ ഉംരി യാ മൂസ വകുല്ലി കുല്ലി ഫുനൂനിൽ ഇൽമി ഖാമൂസ ലാ തജ്ഹലന്ന ഫഇന്നൽ ജഹല മുൻഗസതുൻ വജാഇലുൻ നസ്നൽ ഇൻസാനി ജാമൂസ എന്നാണ് ചൊല്ലിയപ്പോൾ ഞാൻ സമ്മതിച്ചു, നിങ്ങളോട് എനിക്കൊന്നും പറയല്ല എന്ന്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള നിമിഷകവികളായ പ്രഗത്ഭന്മാരുണ്ടായിട്ടുണ്ട്. ഒരു ഹാഫിദ് KTS ഉണ്ടായിരുന്നു, ഖുർആൻ ഹിഫ്ള്, ഇപ്പൊ ഹിഫ്ളുള്ളവർ കുറേ ഉണ്ട്. ഞാനൊക്കെ ഓർമ്മ വെച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്ന കാലത്ത് പന്തരം മമ്മുമല്ലിയും അതുപോലെ തന്നെ ഹാഫിദ് KTS മൗലവിൻ രണ്ടാളെ ഈ പ്രദേശത്ത് ഹാഫിദീങ്ങളായിട്ടുള്ളത്. എന്നാൽ ഹാഫിദ് അസംമൗലിയരൊക്കെ ഉണ്ടാ വസ്ത്രം കരുതുന്നുണ്ടാവില്ല. ഭാഷാഭൂഷണം, സാഹിത്യ സാഹിത്യം തുടങ്ങിയ മലയാള ഗ്രന്ഥങ്ങളെ അദ്ദേഹം വായിക്കുള്ളൂ. ഗ്രാമറൊക്കെ ഉണ്ട്, അതൊക്കെ അദ്ദേഹം നോക്കും. ഇംഗ്ലീഷ് ഭാഷ അറിയില്ലെങ്കിലും ഭംഗിയായിട്ട് അദ്ദേഹത്തിന് അതൊക്കെ അറിയാം. ഞാൻ ഓരോന്ന് പറഞ്ഞാൽ ധാരാളം പറയാണ്ടാവും. അദ്ദേഹം സ്വയം ഇരുന്നിരുന്നൊരു പള്ളിയുണ്ട് ആ പൂക്കാട്ടിലേക്ക് പോണോടത്ത്. അതിനെപ്പറ്റി അദ്ദേഹം ഒരു കവിത എഴുതി. ഒരുപാടുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറയാം, ഒറ്റ കാര്യം, അവരുടെയൊക്കെ കഴിവുകൾ പറയാനാണ് ഞാനിത് പറഞ്ഞത്. നേട്ടത്തിൽ എടുത്തൊരു മസ്ജിദുണ്ടത്തിപ്പറ്റ തോട്ടുങ്ങല്ലേ നെയ്യൂഹ് ഓരേയല്ല നേരത്തും മതിയിൽ നിന്നൊഴിയാതെ ജനങ്ങളും ആരാധിക്കുന്നുണ്ടറിവീരേ മട്ടത്തിൽ കടൈന്തളൈന്തുരുട്ടിയഴിമാത മഹാമുഞ്ചിൽ ചതുർപുറം അണിന്തുള്ള തേജിതാം
മൊട്ടുകൾക്ക് ഉദാഹരണം പറവാനന്തുളതാം മുന്തിയ തരം ചിത്രം കൊത്തിത്തിതൾ വിവിധാം ചൊങ്കാനെ മലർ ഓരോ തരം തരമായി നേരെ വരി വരിയായി അളവൊളിയിൽ നിലയൊളികക്കാലും തളിരൊളുകി തുളിങ്കൈകൈമേലും നേട്ടത്തിൽ ഒടുത്തൊരു മസിജിതുണ്ടത്തിപ്പറ്റ തോട്ടുങ്ങല്ലനെ ഓരേയല്ല നേരത്തും മതിയിൽ നിന്നൊഴിയാതെ ജനങ്ങളും ആരാധിക്കുന്നുണ്ടറിവീരേ. ഞാൻ പറയുന്നത് ഹാഫിളായിട്ടുള്ള ഭക്തനായിട്ടുള്ള രാത്രിയിൽ മുഴുവൻ ആരാധനയിൽ മുഴുകിക്കൊണ്ടിരുന്ന അത്തരം ആളുകൾക്ക് വരെ കവിതാവാസനയും അവർ ലോകത്തിന് ഒരുപാട് സംഭാവന. അങ്ങനെ ദർസ് ലോകത്തിന് ചെയ്ത സംഭാവനയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ പണ്ഡിതന്മാരാണ്, അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം. പണ്ഡിതന്മാരാകാൻ പോകുന്നവരാണ്. ദഅവത്ത് നടത്താൻ പോകുമ്പോൾ ഒരായത്തൊന്ന് നേരെ പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഖുൽ തആൽ നഹ്ൽ സൂറത്തിൽ അവസാനം ഒരു ആയത്തുണ്ട്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിലുഹും ബില്ലതി ഹിയ അഹ്സൻ ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ളല്ല അൻ സബീലിഹി വഹുവ അഅലമു ബിൽ മുഹ്തദീൻ. നഹ്ൽ സൂറത്തിന്റെ അവസാനമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്ന് ഭംഗിയായി പഠിച്ച് ദഅവത്തിന് പോയാൽ അങ്ങക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അത് വിശദമായിട്ടൊന്ന് പഠിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഊസിക്കും ബിദ്വാ. എല്ലാവിധ ഭാവുകങ്ങളും നിങ്ങൾക്കും ഈ സമൂഹത്തിനും ഈ സ്ഥാപനത്തിനും കൊടുക്കട്ടെ എന്ന് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനം